ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ നിഴൽ എന്ന ക്രൈം ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഇടയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് കടക്കാം. പിന്നീട് നടക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണിക്കുമല്ലോ, അതുപോലൊരു കാര്യമാണ് കാണിക്കുന്നത്. ഗുണ എന്നൊരു പണക്കാരനായ ചെറുപ്പക്കാരനുണ്ട്. അവൻ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് വല്ലാതെ മയക്കം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മയക്കം വരുന്നത്? ഞാൻ അത്രയ്ക്കൊന്നും മദ്യപിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. ഇപ്പോൾ കാറിൻ്റെ അടുത്ത് നിന്നു. ഇവനും എന്താണ് കാര്യമെന്ന് അറിയാൻ ഇറങ്ങി നോക്കുകയാണ്. അപ്പോഴാണ് ആരോ ഒരു സ്ലഡ്ജ് ഹാമറുമായി ഇവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ ശ്രദ്ധിക്കാതെ വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. വന്നത് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നു. അവരിവന്റെ തലക്കടിച്ച് താഴെ ഇടുന്നു. അവന് പരിക്കേറ്റ് താഴെ വീഴാണ്. വന്നത് ആരാണ്, എന്തിനാണ് ഇവനെ അടിച്ചത് എന്നൊന്നും വ്യക്തമല്ല. ഇപ്പോൾ നമ്മുടെ നായികയെ കാണിക്കുന്നു. നമ്മുടെ നായികയുടെ പേര് ശരണ്യ എന്നാണ്. ശരണ്യയുടെ അച്ഛൻ ഒരു പലചരക്ക് കടയാണ് നടത്തുന്നത്. അതിനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് അവർ. വഴിയിൽ പരിചയമുള്ള ഒരു ചേട്ടനോട് സംസാരിക്കുന്നുമുണ്ട്. എന്താ മോളെ, അച്ഛനെ കാണാൻ പോവാണോ എന്നൊക്കെ അദ്ദേഹവും ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ കടയിൽ ഒരു പയ്യൻ നേരത്തെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അച്ഛനും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അച്ഛാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ പണപ്പെട്ടിയും വെച്ചിരുന്നാൽ മതി, ജോലിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേ എന്നൊക്കെ അവൾ പറയുന്നു. ശരി മോളെ എന്ന് അച്ഛനും സമ്മതിക്കുന്നു. ജോലി കഴിഞ്ഞ് അച്ഛനും മകളും കൂടി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മകൾ എന്തോ ഒരു കാര്യം ആലോചിച്ച് കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അച്ഛൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ മകളോട് തൽക്കാലം ചോദിക്കേണ്ട എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഇപ്പോൾ മകൾ എഴുന്നേറ്റ് പോയ ഉടനെ അമ്മ പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ശരണ്യ കുറച്ച് നാളായിട്ട് അപ്സെറ്റ് ആണ്, നിങ്ങൾക്കെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു. ശരി, ഞാൻ സംസാരിക്കാം എന്ന് അച്ഛനും ആ സമയത്ത് പറയാണ്. ഇപ്പോൾ മുകളിലത്തെ നിലയിൽ വന്ന ശരണ്യയാണ് കാണിക്കുന്നത്. ഇവർക്ക് ശാന്തി എന്നൊരു ചേച്ചി അറിയാം. ആ ശാന്തി ചേച്ചിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാം എന്നൊക്കെ സംസാരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ വരുന്നു. അവൾ ഉടനെ കോള് കട്ട് ചെയ്യുകയാണ്. എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനോട് പറ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ എന്ന് അവളും പറയുന്നു. ശരി വാ മോളെ പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം പതുപോലെ ശരണ്യ വരുമ്പോൾ ഒരു കാറിൽ ചെറുതായിട്ട് തട്ടുന്നു. കാറിൽ വന്ന യുവാക്കൾ നോക്കി വന്നോടെ ഇങ്ങനെയാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും ദേഷ്യപ്പെട്ട് തിരിച്ച് സംസാരിക്കുന്നു. ഇവൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ കുറച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇംഗ്ലീഷിൽ ഗംഭീരമായി സംസാരിക്കുന്നു. അതുപോലെ വളരെ ധൈര്യത്തോടെ അവരോട് വഴക്കിടുന്നുണ്ട്. ഇതെല്ലാം കാറിനുള്ളിൽ ഇരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയാളുടെ പേര് മഹേഷ് എന്നാണ്. മഹേഷിന് ഇത് കാണുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആവുന്നു. എന്താ ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവൾ ഇങ്ങനെയുള്ള പ്രകൃതമേ അല്ലല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അയാൾ വളരെ അത്ഭുതത്തോടെ നോക്കുന്നു. നേരത്തെ തന്നെ ഇവർക്ക് പരസ്പരം അറിയാമോ എന്ന് വ്യക്തമല്ല. അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഗുണ എന്ന് പറയുന്ന ഒരാളെ ആരോ അടിച്ചതുപോലെ കാണിച്ചില്ലേ? ഇപ്പോഴാണ് നടന്ന കാര്യം വ്യക്തമായി കാണിക്കുന്നത്. ഈ ഗുണ ഒരു ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഇയാളുടെ മദ്യത്തിൽ എന്തോ കലർത്തണം എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് അയാൾ അറിയാതെ അത് കലർത്തുന്നു. അതാണ് അയാൾ കുടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്ന് ആ പെൺകുട്ടി ആരോടോ പറയുന്നുണ്ട്. വേറെ ആർക്കോ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നു. ഇയാളും പോകാമെന്ന് കരുതി കാർ എടുത്ത് പോവാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇയാൾക്ക് മയക്കം വന്നതുപോലെ അനുഭവപ്പെട്ടത്. എന്താ സംഭവം എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ തലക്കടിച്ചത്. അടിച്ചത് ആരാണെന്ന് ഇവിടെയാണ് നമ്മൾക്ക് വെളിപ്പെടുത്തുന്നത്. ശരിക്കും ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മളെ കാണിച്ചില്ലേ, അവരാണ് തലക്കടിച്ചത്. ശരണ്യ എന്തിനാണ് ഇവനെ അടിച്ചതെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഈശ്വരി എന്നൊരു സ്ത്രീയെ കാണിക്കുന്നു. ഇവരുടെ ഭർത്താവ് വലിയൊരു ആശുപത്രി നടത്തുകയാണ്. ഇവരെ സംബന്ധിച്ച് വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ്. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരണം മാഡം, ചീഫ് ഗസ്റ്റായി വരണം എന്ന് പറഞ്ഞ് 2 പേര് ക്ഷണം നൽകാൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാമെന്ന് ഇവരും സമ്മതിക്കുന്നു. അപ്പോഴാണ് ഇവരുടെ മകൻ ഗുണയ്ക്ക് അപകടം സംഭവിച്ചു എന്ന വിവരം ഇവർക്ക് ലഭിക്കുന്നത്. ഗുണയ്ക്ക് അപകടമോ? ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞ് ഇവരും വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ദീപക് എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നു. ഇയാൾ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഉടനെ തന്നെ ഇയാൾ ഒരു SI ആകാൻ പോവുകയാണ്. ഇതുവരെ പോസ്റ്റിംഗ് കിട്ടിയിട്ടില്ല. ഇയാളുടെ വീടിനടുത്ത് ഒരു പയ്യനുണ്ട്. ആ പയ്യനോട് ഇതിനെക്കുറിച്ചൊക്കെ ഇയാൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദീപകിന് ഒരു സ്വന്തം ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേരാണ് ശാന്തി എന്നത്. ചേച്ചി ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യാണ്. ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് അനിയന് രാഖിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് നിനക്ക് ഓർഡർ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ആശുപത്രിയിൽ വിടാമോ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് ആശുപത്രിയാണ് കാണിക്കുന്നത്. ഗുണ എന്ന് പറയുന്ന ഒരാളെ ആരോ അടിച്ചതുപോലെ കാണിച്ചില്ലേ? അടിച്ചവർ അതൊരു അപകടമാണെന്ന രീതിയിൽ വരുത്തി തീർത്തിട്ട് പോയതാണെന്ന് മനസ്സിലാവുന്നു. അപകടം സംഭവിച്ചു എന്ന് കരുതി ഇവർ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ആശുപത്രി ഉടമയുടെ മകനായതിനാൽ നല്ല രീതിയിൽ നോക്കണം എന്ന് ഡോക്ടറും പറഞ്ഞിട്ട് പോകുന്നു. ദീപക് ചേച്ചി ശാന്തിയെ വിടാൻ വരുന്നുണ്ടല്ലോ. അപ്പോഴാണ് ശരണ്യയും അവിടെ വരുന്നത്. ശരണ്യയും ദീപകും പ്രണയത്തിലാണെന്ന് മനസ്സിലാവുന്നു. ദീപക് സന്തോഷത്തോടെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവളും ചിരിച്ച് സംസാരിക്കുന്നു. എനിക്ക് ജോലിയുണ്ട്, നീ പൊക്കോളൂ എന്ന് അവൾ പറയാണ്. ശരിയെന്ന് പറഞ്ഞ അവനും ബൈക്ക് എടുത്ത് പോവാണ്. അവൻ അവിടെ ഉള്ളത് വരെ അവൾ സാധാരണ നിലയിലായിരുന്നു.
അവൻ പോയതിനു ശേഷം അവളുടെ മുഖഭാവം തന്നെ മാറുന്നു. ഇപ്പോൾ വേഗത്തിൽ ആശുപത്രിയുടെ ഉള്ളിലേക്ക് വരുന്നു. ഗുണ ഇവിടെയാണല്ലോ ഉള്ളത്. ഗുണയെ അടിച്ചത് ഇവളാണല്ലോ. ഗുണയെ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് അവൾ പ്ലാൻ ചെയ്യാണ്. നേരത്തെ തന്നെ ശാന്തി ചേച്ചിയെ ഇവർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ആരുമില്ലാത്ത സമയം നോക്കി അവളും അവനൊരു ഇഞ്ചക്ഷൻ നൽകുന്നു. ഇവന്റെ ആരോഗ്യനില ഇങ്ങനെ തന്നെ തുടരണം, പുരോഗതിയൊന്നും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ നൽകുന്നത്. ഞാൻ ഇവളൊരു നേഴ്സാണെന്ന് പറഞ്ഞിരുന്നു, ഇവളും ഒരു ഡോക്ടറാണ്, അതുകൊണ്ടാണ് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത്. പ്രശ്നമാവുമെന്ന് തോന്നി ശാന്തി ഭയപ്പെടുമ്പോൾ അതൊന്നും പ്രശ്നമല്ല ചേച്ചി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇവളും ധൈര്യം കൊടുക്കുന്നു. അപ്പോഴാണ് ഇവിടേക്ക് ഈശ്വരി വരുന്നത്. ഈ ഗുണ എന്ന പയ്യന്റെ അമ്മ വരുന്നു. മകന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതി അവർ ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. ഗുണയെ സംബന്ധിച്ച് അവന് 2 സുഹൃത്തുക്കളുണ്ട്. ഒരാളുടെ പേര് വിക്കി എന്നും മറ്റൊരാളുടെ പേര് രേവന്ത് എന്നുമാണ്. രേവന്തിന് ഈ അപകടത്തിൽ ചില സംശയങ്ങളാണെന്ന് മനസ്സിലാവുന്നു. ഗുണ ഒരു പരിധിവരെ മദ്യപിക്കാറുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ മദ്യപിച്ച ലഹരിയിൽ എങ്ങനെ അപകടം ഉണ്ടാവും? വേറെ എന്തോ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് രേവന്ത് പറയുന്നുണ്ട്. എന്നാൽ വിക്കി അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നു. നീ പറഞ്ഞാൽ കേൾക്കില്ല, ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് രേവന്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. നിക്ക് എന്ന് വിക്കി വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ രേവന്ത് പോകുന്നു. ഇപ്പോൾ വിക്കി വീണ്ടും കുറച്ചു നേരം കൂടി മദ്യപിക്കുന്നു. നമുക്കും പോവാന്ന് കരുതി അവൻ പോകാൻ ഒരുങ്ങാണ്. വിക്കി പോകുന്നത് വേറൊരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവൻ ആരാണെന്ന് വെച്ചാൽ ദീപക് എന്നൊരാളെ കാണിച്ചില്ലേ, അവനോട് സംസാരിച്ച വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരനായിരിക്കാം. ഈ വിക്കി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഫോളോ ചെയ്യുന്നവൻ കണ്ടു. പെട്ടെന്ന് അവനെ പിടികൂടുന്നു. ഇതേ സമയം ശരണ്യ വേഗത്തിൽ ആംബുലൻസും എടുത്ത് ഈ സ്ഥലത്തേക്ക് വരുന്നു. ആംബുലൻസിൽ 2 പേരും ചേർന്ന് അവനെ ബന്ധിച്ച് ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയില്ല. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നിട്ടാണ് കൊണ്ടുവന്നതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ശരണ്യ അവനെ മുതുകിന്റെ നട്ടെല്ലിന് ഭയങ്കരമായി അടിക്കുന്നു. അവന് വല്ലാതെ പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വിട്ടിട്ട് പോവാന്ന് കരുതി അവനെ അവിടെ വിട്ടിട്ട് പോവാണ്. ഗുണയെ എങ്ങനെയാണോ അടിച്ചത് അതുപോലെ തന്നെയാണ് ഇവനെയും അടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇവർ 2 പേരെയും അടിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായി കാണിക്കുന്നില്ല. ഗുണയുടെ അപകടത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് രേവന്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ രേവന്തിന് തന്റെ 2ാമത്തെ സുഹൃത്തിനും പരിക്കേറ്റ വിവരം മനസ്സിലാവുന്നു. ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പയ്യന്റെ അമ്മയെ കാണാനായി ഇയാൾ വരികയാണ്. അമ്മ പയ്യന്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഡോക്ടറായ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ ശാന്തിയാണ്. ശാന്തി പറയുന്നത് നട്ടെല്ലിന് വളരെ ശക്തമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ്. ഇതിനുശേഷം അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനേ ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നു. എന്താ നിങ്ങൾ പറയുന്നത് എന്ന ഭാവത്തിൽ ഇയാൾ ഡോക്ടറോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം, നിങ്ങൾ പോയി നോക്ക് എന്നൊക്കെ അവർ പറയുന്നു. അല്പസമയത്തിനകം ഗുണയുടെ അമ്മ ഈശ്വരിയും അവിടേക്ക് വരുന്നു. ഈ പയ്യനെ രഹസ്യമായി വിളിച്ച് സംസാരിക്കുന്നു. എന്റെ മകൻ അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല. എന്നാൽ ഇപ്പൊ ഇവനും അപകടം പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത എന്തോ കാര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണോ അങ്ങനെ ഞാൻ ചെയ്തോളാം, നീ സൂക്ഷിക്കണം എന്ന് ഈശ്വരി പറയുന്നു. ഈശ്വരി സംസാരിക്കുന്നതിനായി പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈശ്വരി ഒരു കാര്യം ഓർത്തു നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ 3 പേരും ചേർന്ന് ഒരുപാട് ക്രൂരതകൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം ഈശ്വരി ഇവർ 3 പേരെയും ശകാരിക്കാനായി വരുന്നു. ആശുപത്രിയിൽ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്തില്ല, അതൊരു ഫയർ ആക്സിഡന്റ് ആയിരുന്നു എന്നവർ കള്ളം പറയുന്നു. കള്ളം പറയരുത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് CCTVയിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നവർ പറയുന്നു. അതായത് ഒരു പെൺകുട്ടിയോട് ഇവർ 3 പേരും അതിക്രമം കാണിച്ച് അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതാണ് അമ്മ പറഞ്ഞ് ശകാരിക്കുന്നത്. ഇനി മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് 3 പേർക്കും വാണിംഗ് നൽകുന്നു. പ്രസന്റിൽ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മാഡം വരാൻ പറഞ്ഞതെന്ന്. അപ്പോഴാണ് അവർ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വരുന്നത്. സത്യത്തിൽ എന്റെ മകന് അപകടം പറ്റി, ഇപ്പോൾ അവന്റെ സുഹൃത്തിനും അപകടം പറ്റി, ഇതിലെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്, എന്താണ് കാര്യമെന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ശരി മാഡം അന്വേഷിക്കാം എന്നയാൾ സമ്മതിക്കുന്നു. എന്റെ മക്കൾ തെറ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, ആ തെറ്റുകാരനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്നവർ പോലീസിനോട് പറയുന്നു. ഇപ്പോൾ മറുവശത്ത് ശരണ്യ അച്ഛന്റെ കടയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ കടയിൽ സ്ഥിരമായി വരാറുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ, ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും വരണം എന്നവർ പറയുന്നു. ഫംഗ്ഷനോ, എപ്പോഴാണ് എന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട്. എന്താ കുട്ടി, 2 ദിവസം മുമ്പ് ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞതല്ലേ, അതിനുള്ളിൽ മറന്നുപോയോ എന്ന് പറഞ്ഞ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അല്ലല്ല, എനിക്ക് ഓർമ്മയുണ്ട്, വെറുതെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ശരണ്യ ഒഴിഞ്ഞു മാറുന്നു. ശരണ്യ അത് ശരിക്കും മറന്നിരുന്നു. ഇവിടെ അവൾ ഒഴിഞ്ഞു മാറുകയാണ്. ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് ആ ചേച്ചി അവിടെ നിന്ന് പോവുകയാണ്. ശരണ്യ ചിരിച്ച് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമം അനുഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ അച്ഛന്റെ സുഹൃത്ത് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നു. 2 പേരും ഒരു കടയിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മഹേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചതുപോലെ. നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്, ചെറുപ്പത്തിൽ തന്നെ സംസാരിച്ച് തീരുമാനിച്ചതല്ലേ, തീർച്ചയായിട്ടും 2 പേരുടെയും വിവാഹം നടത്തി കൊടുക്കാം എന്ന് അച്ഛൻ ആ സമയത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ മറുവശത്ത് ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. ഇൻസ്പെക്ടർ നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്തു നോക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ 3 ചെറുപ്പക്കാരും ചേർന്ന് ഒരു കുറ്റം ചെയ്തിരുന്നു. അമ്മ അത് മറച്ചു വെച്ച് വഞ്ചിക്കാം എന്ന് വിചാരിക്കുന്നു.
അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിലുണ്ടല്ലോ. അപകടം മൂലം കത്തിപ്പോയി എന്ന രീതിയിൽ അമ്മ നാടകം കളിക്കുന്നുണ്ട്. എന്നാൽ ഇത് പരിശോധിക്കുന്ന വനിതാ ഓഫീസർ ഉണ്ടല്ലോ, ഈ പെൺകുട്ടിയോട് ആരോ അതിക്രമം കാണിച്ചിട്ടുണ്ട്, ഒരാളല്ല 3 പേര് ചേർന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ബോഡി കത്തിച്ചു കളഞ്ഞത് എന്നൊക്കെ കണ്ടുപിടിച്ച് ഇൻസ്പെക്ടറോട് പറയുന്നു. ഇൻസ്പെക്ടറും ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അയ്യോ, നമ്മുടെ പിള്ളേര് പിടിക്കപ്പെടരുത്, അതായത് മകനോ സുഹൃത്തുക്കളോ പിടിക്കപ്പെടരുത് എന്ന് ആ സ്ത്രീ ചിന്തിക്കുന്നു. ഈ സ്ത്രീ നേരിട്ട് സംസാരിക്കേണ്ട, ഭർത്താവ് മുഖേന സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഭർത്താവിനെ സംബന്ധിച്ച് ഈ ആശുപത്രിയുടെ ഹെഡ് പോലെയാണല്ലോ. ഇൻസ്പെക്ടർ പോകാനിറങ്ങുമ്പോൾ സംസാരിക്കാനായി അദ്ദേഹം അവിടെ വരുന്നു. സർ, നിങ്ങളെ എങ്ങനെ കാണണോ അങ്ങനെ ഞാൻ കണ്ടോളാം, ഇതിനെക്കുറിച്ച് പുറത്തറിയരുത്, കാരണം എൻ്റെ മകനും അവന്റെ സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പുറത്തറിയരുത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയാണ്. ഇൻസ്പെക്ടറും ശരി സർ, കേസ് എങ്ങനെ അവസാനിപ്പിക്കണോ അങ്ങനെ ഞാൻ അവസാനിപ്പിക്കാം, ഒരു അപകടം എന്ന രീതിയിൽ കേസ് ക്ലോസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ കേസ് അവസാനിപ്പിച്ചത് എന്ന് ഇൻസ്പെക്ടർ ഓർത്തു നോക്കുകയാണ്. ഇപ്പോൾ പുതുതായി SI ജോയിൻ ചെയ്യാണ്. ആരാണെന്ന് നോക്കിയാൽ ദീപക് എന്നൊരാളെ കാണിച്ചില്ലേ, അയാളാണ് SI ആയിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. അടുത്തടുത്തായി 2 പേർക്കും അപകടം സംഭവിച്ചു. 3ാമത്തെ സുഹൃത്തിനും അപകടം സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഈ അപകടങ്ങൾക്ക് കാരണക്കാരൻ ആരാണ്, എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് പറയേ എന്ന് ഇൻസ്പെക്ടർ ആവശ്യപ്പെടുന്നു. ശരി സാർ എന്ന് ദീപക്കും സമ്മതിക്കുന്നു. ഇപ്പോൾ ദീപക് ആദ്യം തന്നെ ഗുണയെ കാണാനായി വരികയാണ്. എന്നാൽ ഗുണ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. സാർ, എന്താണെന്നറിയില്ല, അവന് ബോധം വരുന്നില്ല, സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്. ശരി, മറ്റവൻ ഉണർന്നിരിക്കുന്നുണ്ടല്ലോ, അവനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ വന്ന് 2ാമതായി പരിക്കേറ്റ വിക്കിയെ കാണാൻ വരുന്നു. വിക്കിക്ക് നല്ല ബോധമുണ്ട്. നിന്നെ ആരാണ് ആക്രമിച്ചത്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ദീപക് ചോദിക്കുന്നുണ്ട്. സാർ, ബാറിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആരൊരാൾ എന്നെ പിടിച്ച് കാറിലേക്ക് തള്ളിയിട്ടു സാർ. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ആ പെൺകുട്ടി എന്നെ ഭയങ്കരമായി അടിച്ചു സാർ. എന്നാൽ 2 പേരുടെയും മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്നവൻ പറയുന്നു. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞത്, ആ സ്ഥലം പറയേ എന്ന് ചോദിച്ച ദീപക് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നേരെ ആ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ എന്തെങ്കിലും CCTV ദൃശ്യങ്ങൾ കിട്ടുമോ, ഫുട്ടേജ് എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ അയാൾ പരിശോധിച്ച് നോക്കുകയാണ്. ശരണ്യ വഴക്കിടുന്നത് മഹേഷ് എന്നൊരാൾ കണ്ടില്ലേ, ആ മഹേഷിനെ കൊണ്ടാണ് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഹേഷും വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ശരണ്യെ കണ്ടിട്ട് പോവാന്ന് കരുതിയിട്ടാണ് വന്നതെന്ന് അയാൾ പറയുന്നു. ശരി, ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് അവർ അയാളെ ഇരുത്തുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരണ്യ അല്പം അപ്സെറ്റ് ആണല്ലോ. ഈ സമയത്ത് ശരണ്യെ എങ്ങനെ ഇയാളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവൾ സംസാരിക്കോ എന്ന് മാതാപിതാക്കൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട്. എന്താണെന്നറിയില്ല, കുറച്ച് നാളായി ശരണ്യ അപ്സെറ്റ് ആണ്. ശരി, സംസാരിച്ച് നോക്കാമെന്ന് കരുതി ശരണ്യോട് സംസാരിക്കാനായി മാതാപിതാക്കൾ വരുന്നു. മഹേഷ് വന്നിട്ടുണ്ട് മോളെ, നീ പുറത്തു വന്ന് സംസാരിക്കേ എന്ന് പറയുമ്പോൾ അവൾ കഴിയില്ല എന്ന ഭാവത്തിൽ മടിച്ചു നിൽക്കുന്നുണ്ട്. നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുന്നു. അപ്പോഴാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുന്നത്. ശരണ്യയ്ക്ക് ഒരു സഹോദരിയുണ്ട്, അവളുടെ പേര് രമ്യ എന്നാണ്. യഥാർത്ഥത്തിൽ 2 പേരും കാണാൻ ഒരുപോലെയാണ്. ഇവിടെ നിൽക്കുന്നത് ശരണ്യയല്ല, രമ്യയാണ്. ഞാൻ ശരണ്യയല്ല, രമ്യയാണെന്ന് അവളും വെളിപ്പെടുത്തുന്നു. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥ ശരണ്യയെ കാണിക്കുന്നത്. ഈ ശരണ്യയെ ആരോ ഫോളോ ചെയ്യുന്നതായി തോന്നുന്നുണ്ട്. അവള് ഭയന്ന് ഓടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ശാന്തി ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു. ശാന്തി ചേച്ചിക്ക് രമ്യയോടാണ് കൂടുതൽ അടുപ്പം. ഉടനെ രമ്യയെ ഫോൺ ചെയ്യുന്നുണ്ട്. ശരണ്യയെ ചിലർ ഫോളോ ചെയ്യുന്നുണ്ട്. ഉടനെ വരാൻ പറഞ്ഞതും ഇവൾ പരിഭ്രമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ശരണ്യയെ ഫോളോ ചെയ്യുന്നത് ആരാണെന്ന് നോക്കിയാൽ ഇപ്പോൾ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ 3 പേരാണ്. എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. ഒരിടത്ത് വെച്ച് അവർ ശരണ്യയെ പിടികൂടുന്നു. ശരണ്യയെ ഭയങ്കരമായി മർദ്ദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ആരോ വരുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. പോകാമെന്ന് കരുതി വേഗത്തിൽ അവർ അവിടെ നിന്നും പോവാണ്. യഥാർത്ഥത്തിൽ ആ സ്ഥലത്തേക്ക് ഈ ശാന്തി ചേച്ചിയും അതുപോലെ രമ്യയും വരുന്നുണ്ട്. ശരണ്യക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ ഇപ്പോൾ രമ്യയുടെ കഥയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. രമ്യയാണ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി. ശരണ്യ അച്ഛനെ സഹായിക്കുന്ന പെൺകുട്ടിയാണ്. മൊത്തത്തിൽ 2 പെൺകുട്ടികളുണ്ട്. രമ്യയ്ക്ക് ലക്ഷ്മി എന്നൊരു ഉറ്റ സുഹൃത്തുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. എല്ലാവരും ഫംഗ്ഷനിൽ ആഘോഷിക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ രമ്യ കാമുകനായ ദീപകിനോടൊപ്പം പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അക്കാര്യം കൂട്ടുകാരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ശരണ്യ വളരെ സോഫ്റ്റ് ആയ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ശരണ്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് വന്ന രമ്യ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും വാരി തരുന്നില്ലല്ലോ, അവൾക്ക് മാത്രം കൊടുക്കോ എന്ന് പറഞ്ഞ് അവൾ വഴക്കിടുന്നുണ്ട്. നീ തനിയെ കഴിച്ചോളും, ഇവള് ഞങ്ങൾ വാരി കൊടുത്താലേ ശരിക്കും കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇവൾ ധൈര്യമുള്ള പെൺകുട്ടിയാണ്. എന്നാൽ ശരണ്യ കുറച്ച് പേടിയുള്ള കുട്ടിയാണെന്നാണ് അവർ കരുതുന്നത്. ശരണ്യയ്ക്ക് വലിയ രീതിയിൽ പഠനവും താല്പര്യമില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ കട നോക്കി നടത്തുന്നത്. എന്നാൽ 2ാമത്തെ മകൾ ഡോക്ടറായി മാറിയിരിക്കുന്നു. രമ്യ കാമുകനോടൊപ്പം പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ചേച്ചിയോട് ഒരു സഹായം ചോദിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിനക്ക് വേണ്ടി ഞാൻ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് വേണ്ടി ഈ ഒരു ദിവസം മാത്രം നീ ആശുപത്രിയിൽ പോകണം, തീർച്ചയായിട്ടും വരണം എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പകരം നീ എവിടേക്ക് പോ, ഞാൻ കാമുകന്റെ കൂടെ സന്തോഷമായി കറങ്ങിയിട്ട് വരാം.
ചേച്ചി ആദ്യം വിസമ്മതിക്കുന്നുണ്ടെങ്കിലും അനിയത്തി വളരെ നിർബന്ധിക്കുന്നതുകൊണ്ട് അവൾ ശരിയെന്ന് സമ്മതിക്കുന്നു. മൊത്തത്തിൽ ശരണ്യ രമ്യയെ പോലെ ആശുപത്രിയിൽ പോകാൻ തീരുമാനിക്കുന്നു. അതേസമയം രമ്യ കാമുകനായ ദീപകിനോടൊപ്പം പുറത്തു പോകാനും തീരുമാനിക്കുന്നു. ശരണ്യയ്ക്ക് ഇതൊന്നും അറിയാതെ ഇങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഭയപ്പെട്ടിരിക്കുമ്പോൾ ലക്ഷ്മി എന്ന പെൺകുട്ടിക്ക് ഇതെല്ലാം അറിയാലോ. ലക്ഷ്മിയും പറയുന്നുണ്ട്, ഭയപ്പെടണ്ട, ഇന്ന് വലിയ ജോലിയൊന്നുമില്ല, ഇന്നിവിടെ ഫംഗ്ഷൻ നടക്കാൻ പോവാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ ശാന്തി ചേച്ചിയും അവിടേക്ക് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മാനേജ് ചെയ്യാം എന്നവർ പറയുന്നുണ്ട്. മറുവശത്ത് രമ്യയാണെങ്കിൽ, അതായത് ധൈര്യമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, ദീപകിനോടൊപ്പം കറങ്ങാനായി പുറത്തു വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ അവനോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട്. ഇത് മനോഹരമായ ഒരു ഗാനം പോലെ നമ്മളെ കാണിക്കുന്നു. രാത്രി ഇരുട്ടിയതിനു ശേഷം അവൻ അവളെ വീട്ടിലാക്കിയിട്ട് പോവാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ അവൾ ശാന്തി ചേച്ചിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്താ ചേച്ചി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പോലും ലക്ഷ്മിയെ കാണാൻ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് അവൾ പോയിരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ശരി ചേച്ചി, ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങാനായി പോയ ശരണ്യ പെട്ടെന്ന് പരിഭ്രാന്തിയോട് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. അവളെ 3 പേർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശാന്തി ചേച്ചി കാണുന്നുമുണ്ട്. 3 പേര് നിന്റെ ചേച്ചിയെ ഫോളോ ചെയ്യുന്നുണ്ട്, നീ ഉടനെ വരണം എന്ന് ശാന്തി പറയുന്നു. ഇതും കേട്ട് അവളും വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി ആ 3 പേരും അവിടെ നിന്നും പോയല്ലോ. അതിനുശേഷം ഇവർ 2 പേരും ഉള്ളിൽ വന്ന് നോക്കുകയാണ്. ശരണ്യയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇതെല്ലാം എന്റെ തെറ്റാണെന്ന് കരുതി രമ്യ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ രമ്യ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ശരണ്യക്ക് സംഭവിച്ചതൊന്നും അവൾ പറയുന്നില്ല. അവൾ പറയുന്നത്, എനിക്ക് പകരം ഞാൻ ശരണ്യെ അയച്ചു എന്നാണ്. ശരണ്യ കുറച്ച് സമയത്തിനുള്ളിൽ തിരികെ വരും, എനിക്ക് ഒരാഴ്ചത്തേക്ക് പുറത്തൊരു ജോലിയുണ്ട്, എനിക്ക് പോകണം എന്നൊക്കെ അവൾ പറയുന്നു. അമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. പഠിക്കുന്ന സമയത്തല്ലേ നിങ്ങൾ 2 പേരും മാറിപ്പോയത്, ഇപ്പൊ എന്തിനാണ് മാറിപ്പോയത് എന്ന് ചോദിച്ച് വഴക്ക് പറയാണ്. ശരി, മകളെ വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞ അച്ഛനാണ് പിന്തുണയ്ക്കുന്നത്. രമ്യ നീ പൊക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയാക്കുന്നു. അങ്ങനെ അവൾ രമ്യയായി പോയിട്ട് ശരണ്യായി തിരികെ വരുന്നു. ശരണ്യക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നത് മാതാപിതാക്കൾ അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നാൾ അവൾ ശരണ്യയെ പോലെ അഭിനയിച്ചത്. ഇപ്പോൾ പ്രസന്റിൽ മാതാപിതാക്കളോട് സത്യമെല്ലാം പറഞ്ഞല്ലോ. ശരണ്യയെ എവിടെയാണ് കിടത്തിയിരിക്കുന്നതെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. ശരണ്യക്ക് ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. എങ്കിലും ശരണ്യയുടെ അവസ്ഥ കാണുന്ന മാതാപിതാക്കൾ വളരെ വിഷമിക്കുന്നുണ്ട്. ശരണ്യ കണ്ണു തുറന്ന ഉടനെ തന്നെ അനിയത്തിയോട് നടന്ന സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ 3 പേരും ലക്ഷ്മിയോട് അതിക്രമം കാണിച്ചിരുന്നു. അത് ശരണ്യ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് ശരണ്യയെ വെറുതെ വിടാൻ പാടില്ലെന്ന് കരുതി കൊന്നുകളയാൻ ശ്രമിച്ചു. ശരണ്യയോട് അവർ അതിക്രമം കാണിച്ചിട്ടില്ല, കൊലപ്പെടുത്താൻ മാത്രമാണ് ശ്രമിച്ചത്. ഭാഗ്യത്തിന് ഇവർ ശരിയായ സമയത്ത് വന്ന് ശരണ്യയെ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ മഹേഷ് ശരണ്യക്ക് ഉറപ്പിച്ച വരനാണ്. അതുകൊണ്ടാണ് ശരണ്യ ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അയാൾക്ക് ഷോക്കായത്. ശരണ്യയെ പോലെ രമ്യയാണ് ഇത്രയും നാൾ അഭിനയിച്ചതല്ലോ. അതുപോലെ ആ 3 പേരോടും പകരം വീട്ടാനായി ഒരുപാട് ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇതിനായി ഈ ശാന്തി ചേച്ചിയുടെ വീടിനടുത്തുള്ള പയ്യനും സഹായിച്ചിരുന്നു. ആ അയൽവാസിയായ പയ്യൻ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത് ദീപക് കണ്ടുപിടിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാ സത്യങ്ങളും ദീപകിനോട് പറയുന്നു. ചേച്ചി ഇപ്പോഴും പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല. ഇപ്പോൾ കുടുംബം മുഴുവൻ കൂടെ നിന്ന് അവരെ പരിചരിക്കുകയാണ്. അതുപോലെ മഹേഷിനെ സംബന്ധിച്ച് അയാൾ വളരെ സപ്പോർട്ടീവാണ്. അവളെ എഴുന്നേൽപ്പിക്കുന്നത് മുതൽ ഭക്ഷണം വാരി കൊടുക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദീപക് ലക്ഷ്മിയുടെ കേസ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തതെന്ന് പരിശോധിക്കുന്നു. ഒരു അപകടം എന്ന രീതിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അല്ല, ഇതൊരു അപകടമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരണം എന്നവൻ ചിന്തിക്കുന്നു. ഇക്കാര്യം ഈ കുടുംബത്തോട് സംസാരിക്കുകയാണ്. നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തോളാം, നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്ത് എന്നവൻ പറയുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ച് നിർത്താൻ കഴിയില്ല എന്ന് പറയുന്നു. മഹേഷും ഇത് നിർത്തുന്നതാണ് നല്ലത്, നമുക്ക് നിയമപരമായി നേരിടാം എന്ന് പറയുന്നുണ്ട്. നീ വക്കീലാണല്ലോ, ഞാൻ പോലീസാണ്, പോലീസ് എന്ന നിലയിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം, നീ വക്കീൽ എന്ന നിലയിൽ ചെയ്യേണ്ടത് ചെയ്യ് എന്ന് ദീപക് പറയുന്നു. ഈ ദീപക് പഴയ കേസ് അന്വേഷിക്കുന്നത് അയാളുടെ മേലധികാരികൾ അറിയാനിടയാവുന്നു. അദ്ദേഹവും ഈ കേസൊന്നും നീ നോക്കേണ്ടതില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ മറ്റു കേസുകൾ കൈകാര്യം ചെയ്യുക എന്ന് പറയാണ്. അങ്ങനെ ഇൻസ്പെക്ടറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് SI ആയ നമ്മുടെ നായകന് മനസ്സിലാവുന്നു. ദീപക്കും മഹേഷും ചേർന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അതിനായി ലക്ഷ്മിയുടെ കുടുംബത്തെ പോയി കാണണം എന്ന് മഹേഷ് പറയാണ്. ഇവർ 2 പേരും ലക്ഷ്മിയുടെ വീട് കാണാനായി വരികയാണ്. ലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ ഈ ദീപക് കാമുകിയായ രമ്യയെ കൊണ്ടുപോകാനായി ആശുപത്രിയിൽ വന്നിരുന്നു. അപ്പോൾ ലക്ഷ്മി പെട്ടെന്ന് പുറകിൽ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി അയാളെപ്പോഴും സിസ്റ്റർ എന്ന രീതിയിലാണ് വിളിക്കാറുള്ളത്. 2 പേർക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയല്ലോ, അതോർത്ത് അയാൾ ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും നീതി വാങ്ങി കൊടുക്കണമെന്ന് അയാൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അവളുടെ അമ്മയെയും അനിയത്തിയെയും കാണാനായി വന്നത്. അതൊരു അപകടമാണെന്നാണ് അമ്മയും അനിയത്തിയും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു അപകടമല്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അയാൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. നമ്മൾക്ക് നിയമപരമായി പോരാടണമെങ്കിൽ നിങ്ങൾ അതിലൊരു ഒപ്പ് വയ്ക്കണം, ദയവ് ചെയ്ത് ഒപ്പിടമ്മേ എന്ന് അയാൾ ചോദിക്കുകയാണ്. അമ്മയും ഇനി ഇത് കേസാക്കണോ, കാരണം നമുക്ക് ഇളയൊരു മകളുണ്ടല്ലോ, അവളുടെ ജീവിതം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അല്ലമ്മേ, തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർക്ക് നമ്മൾ ശിക്ഷ വാങ്ങി കൊടുക്കണം, ഒപ്പിട് എന്ന് ദീപക് പറയുന്നു.
ഒടുവിൽ അവരും ഒപ്പിടുകയാണ്. അപ്പോഴാണ് നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഗുണയുടെ അച്ഛനാണല്ലോ ആശുപത്രിയുടെ ഉടമ. ഗുണയും സുഹൃത്തുക്കളും ഇടയ്ക്കിടെ കാലിയായി കിടക്കുന്ന മുറിയിൽ വന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസവും അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി അവരെ ക്രോസ് ചെയ്ത് അടുത്തുള്ള മുറിയിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും അവളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവൾ റിപ്പോർട്ട് പരിശോധിച്ച് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേഗത്തിൽ ആ സ്ഥലത്തേക്ക് വന്ന് അവളോട് അതിക്രമം കാണിക്കാൻ ശ്രമിക്കുന്നു. എന്താടാ ചെയ്യുന്നത്, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എന്നാൽ ഇവർ നല്ല ലഹരിയിലാണല്ലോ. അവളെ വെറുതെ വിടരുതെന്ന് കരുതി അതിക്രമം കാണിക്കാൻ തുടങ്ങുന്നു. അവൾ വിട് എന്ന് കരയുന്നുണ്ടെങ്കിലും അവരവളെ കൊന്നുകളയാണ്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശരണ്യ ഈ സ്ഥലത്തേക്ക് വന്നത്. അതായത് രമ്യയ്ക്ക് പകരമായി ശരണ്യ ഈ സ്ഥലത്തേക്ക് വന്നല്ലോ. അങ്ങനെ വന്ന അവൾ ഈ രംഗം കണ്ട ഉടനെ ഭയന്നു പോവാണ്. ഇവർ 3 പേരും ഫോളോ ചെയ്യുന്നത് പോലെ വരുന്നുണ്ടല്ലോ. പേടി കൊണ്ട് അവൾ വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. ആദ്യം ഇവളെ കത്തിച്ചു കളയണം, അതിനുശേഷം അവളെ കൈകാര്യം ചെയ്യാം എന്നവർ 3 പേരും പ്ലാൻ ചെയ്യുന്നു. ഫയർ ആക്സിഡന്റ് ഉണ്ടായതുപോലെ അവിടെ വരുത്തി തീർത്ത് ബോഡി കത്തിച്ചു കളയുന്നു. അതുപോലെ അവളെ പിടിക്കണമെന്ന് പറഞ്ഞ് പിന്തുടർന്ന് പോയി. ഇതാണ് സംഭവിച്ചത് എന്ന് ദീപക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. മകൾക്ക് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്നോർത്ത് അമ്മ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഒടുവിൽ അവർ ഒപ്പിട്ട് നൽകുകയാണ്. ഗുണയും കൂട്ടരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് ഇപ്പോഴും ഇവർക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം രണ്ടുപേരും മുഖം ശരിക്കും കണ്ടിരുന്നില്ല. ഈ സമയത്ത് രമ്യ ഉണ്ടല്ലോ, ഇവരെ ഇഞ്ചക്ഷൻ എടുക്കാനായി വരികയാണ്. സാധാരണ പോലെ അവരോട് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇതിൽ ഗുണയ്ക്ക് ഇവരുടെ മുഖം ഒരുവിധം ഓർമ്മയുണ്ട്. കാരണം ഗുണയെ അവരെ അടിക്കാൻ വരുമ്പോൾ ഗുണ തിരിഞ്ഞു നോക്കിയിരുന്നു. ഒരു നിമിഷം അവരുടെ മുഖം കണ്ടിരുന്നു. ഞാൻ കണ്ടത് ഇത്ര മാത്രമാണ്. തീർച്ചയായിട്ടും ഇവളാണ് ഇതിന് പിന്നിലുള്ളത്. നമ്മൾ 3 പേരും ചേർന്ന് അടിച്ചവളും കാണാൻ ഇതുപോലെ തന്നെയല്ലേ ഇരുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് 2 പേരും കാണാൻ ഒരുപോലെയാണുള്ളതെന്നും അതിൽ ഒരാളെയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാവുന്നത്. അപ്പോൾ മറ്റവൾ നമ്മളോട് പ്രതികാരം വീട്ടാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആ 3 സുഹൃത്തുക്കൾക്കും മനസ്സിലാവുന്നു. അതുപോലെ ദീപക് ഇവർ 3 പേർക്കും എതിരായി തെളിവുകളൊക്കെ ശേഖരിക്കാനായി വരികയാണ്. അനാവശ്യമായി ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ ഗുണയുടെ അച്ഛൻ ദീപകിന് വാർണിംഗ് നൽകുന്നുണ്ട്. ദീപക് അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഇപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഭാര്യയെ വിളിച്ച് ഭയങ്കരമായ വഴക്ക് പറയാണ്. നീ മകനെ ശരിയായ രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അമിത ലാളന നൽകി അവനെ വഷളാക്കിയത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായി ശകാരിക്കുന്നു. നമ്മുടെ മകനെ രക്ഷിക്കണം, എന്തെങ്കിലും ചെയ്യേ എന്ന് ഭാര്യയും പറയുന്നുണ്ട്. ആൾമാറാട്ടം നടത്തുന്നത് തെറ്റാണല്ലോ. അതായത് ഡോക്ടർ രമ്യയാണ്, എന്നാൽ ശരണ്യാണ് അന്ന് ജോലിക്ക് പോയത് എന്ന കാര്യം പുറത്തു വരാൻ പാടില്ല. നമ്മളത് മറച്ചു വെച്ച് തന്നെ പോകണം എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇരയായി ശരണ്യാണ് അവിടെ നിൽക്കുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം ശരണ്യ പറയുന്നുണ്ട്. എന്നാൽ ഈ 3 ചെറുപ്പക്കാർക്കും വേണ്ടി വലിയൊരു വക്കീലാണ് ഹാജരാവുന്നത്. മഹേഷിനെതിരായിട്ടാണ് ഹാജരാവുന്നത്. അയാളെ സംബന്ധിച്ച് ഇവർ പറയുന്ന എല്ലാ പോയിന്റുകളും അയാൾ പൊളിച്ചടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് CCTV ഫുട്ടേജ് ഇൻസ്പെക്ടർക്ക് കിട്ടാതെ പോയത്, എങ്ങനെയാണ് ആ ഫുട്ടേജ് ഡിലീറ്റ് ആവുന്നത് എന്നൊക്കെ മഹേഷ് ചോദിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ തന്നെ പണം വാങ്ങിയിട്ട് അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ 3 ചെറുപ്പക്കാരാണ് ലക്ഷ്മിയോട് അതിക്രമം കാണിച്ചത്. അത് ശരണ്യ കണ്ടു എന്ന് അറിഞ്ഞ ഉടനെ ശരണ്യയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരണ്യ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വന്നത് എന്ന രീതിയിൽ അയാൾ വാദിച്ചു. എന്നാൽ അവരുടെ ഭാഗത്തുള്ള, അതായത് ആ 3 ചെറുപ്പക്കാരുടെ ഭാഗത്തുള്ള വക്കീലുണ്ടല്ലോ, അയാൾ ആ വാദങ്ങളെയൊക്കെ പൊളിച്ചടക്കുന്നു. ഒരു സാങ്കേതിക തകരാറ് കാരണമാണ് CCTV പ്രവർത്തിക്കാതിരുന്നത് എന്ന രീതിയിൽ അയാൾ കൊണ്ടുവരുന്നു. അതേസമയം ആ ദിവസം ഈ 3 ചെറുപ്പക്കാരും പുറത്തൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു എന്നും അതിനുള്ള ടിക്കറ്റ് പോലും ഉണ്ടെന്ന് അയാൾ കോടതിയിൽ ഹാജരാക്കുന്നു. വ്യാജമായി തയ്യാറാക്കിയാണ് അയാൾ ഹാജരാക്കിയത്. യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത് ശരണ്യാണ്. എന്നാൽ രമ്യ എന്ന ഐഡന്റിറ്റിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ശരണ്യയല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ രമ്യയാണെന്ന് അവൾ പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ പെട്ടെന്ന് ഒരു ബോൾ വേഗത്തിൽ എറിയുന്നു. അങ്ങനെ എറിയുമ്പോൾ അവൾ അത് ഇടത് കൈ കൊണ്ടാണ് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ശരണ്യാണ് ഇടത് കൈ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് രമ്യയല്ല, ശരണ്യാണെന്ന് അയാൾ തെളിയിക്കുന്നു. ഇവർ ആൾമാറാട്ടം നടത്തിയെന്ന് അയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കണം. അതിവിടെ അയാൾ തെളിയിക്കുകയാണ്. ഇപ്പോൾ മഹേഷിന് എന്ത് ചെയ്യണമെന്നറിയാതെ കോടതിയിൽ എല്ലാ സത്യങ്ങളും സമ്മതിക്കുന്നു. ഇവർ 2 പേരും ആൾമാറാട്ടം നടത്തിയത് സത്യമാണ്. എന്നാൽ എന്തു തന്നെയായാലും ഈ 3 ചെറുപ്പക്കാരും ലക്ഷ്മിയെ കൊന്നുകളഞ്ഞില്ലേ, അതിനുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കണം എന്നയാൾ വാദിക്കുന്നു. ഇപ്പോഴും ആ വക്കീല് പറയുന്നത് എന്റെ കക്ഷികൾ ഈ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ്. ലക്ഷ്മിക്ക് ഒരുപാട് പേരുമായി അടുപ്പമുണ്ട്. അതിലാരെങ്കിലും ഉള്ളിൽ നിന്ന് ചെയ്തതുമാകാം, CCTV ഓഫ് ചെയ്തിട്ട് ചെയ്തതുമാകാം എന്നൊക്കെ ആള് പറയുന്നു. ഒരു പയ്യനെ വിളിക്കാം എന്ന് പറഞ്ഞ ഒരാളെ അവിടെ കൊണ്ടുവരുന്നു. അവൻ പറയുന്നത് ലക്ഷ്മി സ്വഭാവ ദൂഷ്യമുള്ളവളാണെന്നാണ്. എന്നോട് അടുപ്പത്തിലായിരുന്ന സമയത്ത് തന്നെ വേറെ 2 പേരുമായും അവൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും ദേഷ്യം വന്ന് ചെയ്തതുമാകാം എന്നാണ്. ലക്ഷ്മിയുടെ സ്വഭാവത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി വക്കീൽ തന്നെ ഏർപ്പാടാക്കിയതാണ് ഇത്.
ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് വളരെ വിഷമാവുന്നുണ്ട്. ഇവൻ മകളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നുണ്ടല്ലോ. അത് കേട്ട് അമ്മയ്ക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഇപ്പോൾ ഈ വക്കീൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അമ്മയെ ഒരു അവസരത്തിൽ അവിടേക്ക് വിസ്തരിക്കാൻ വിളിക്കുന്നു. അമ്മയെ കൊണ്ട് തന്നെ ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് പറയിപ്പിക്കണം എന്നയാൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അമ്മ അവിടെ വരുന്നുണ്ടല്ലോ. അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത്? ഒരുപാട് പേരെ വഞ്ചിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാണോ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മകൾ ആരെയും പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അവൾ പ്രേമിച്ചിട്ടുണ്ട്, വഞ്ചിച്ച് പണമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് അറിയില്ലെന്ന് പറ എന്ന് ചോദിച്ച് അയാൾ അമ്മയോട് വളരെ മോശമായി സംസാരിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് നീതി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മകളുടെ പേര് ഇനി കൂടുതലായി നശിപ്പിക്കരുത്, എൻ്റെ മകളെ വെറുതെ വിട്, ഈ കേസ് തന്നെ എനിക്ക് വേണ്ട, ഞങ്ങളെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. കേസ് കൈവിട്ടു പോയല്ലോ, അതുകൊണ്ട് ദീപക് വളരെ അപ്സെറ്റായി പുറത്തു വരികയാണ്. രമ്യയും അവനോട് സംസാരിക്കാനായി പുറത്തു വരുന്നു. കേസിൽ ഇവർ തോറ്റുപോയി, അതുകൊണ്ട് ആ 3 പേരോടും പോവാൻ ജഡ്ജി പറഞ്ഞിരുന്നു. ആ 3 പേരും തൻ്റെ കൺമുന്നിലൂടെ നടന്നു പോകുന്നത് കാണുന്ന ദീപകിന് അതിയായ ദേഷ്യം വരുന്നു. ദീപക് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഈ നിയമത്തെയൊക്കെ ഒരുപാട് വിശ്വസിച്ചു, എന്നാൽ ഈ നിയമം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ വെടിവെച്ച് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ തോക്കെടുക്കുന്നു. അടുത്തുള്ള രമ്യ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ആ 3 പേരെയും വെടിവെക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. അവൻ വെടിവെച്ച് കൊന്നുവെന്ന് കാണിച്ച സിനിമയുടെ കഥയും ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.